السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ നമുക്ക് കാണിച്ചു തന്ന സുന്നത്തുകളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവസാനിപ്പിച്ചത് നമ്മുടെ അദ്കാർ സബാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അഥവാ ഫജർ നിസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെയുള്ള സമയം ഒരാൾ മസ്ജിദിലോ അതല്ലെങ്കിൽ വീട്ടിലോ മറ്റോ ഒക്കെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ സമയത്ത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അദ്കാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനോരോന്നിനും പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ, പിന്നീട് വരുന്ന സമയം നമ്മൾ പറഞ്ഞത് സമയബന്ധിതമായിട്ടാണ് ഓരോ സുന്നത്തുകൾ നമ്മൾ പഠിച്ചു വരുന്നത്. ഫജറിൻ്റെ മുമ്പുള്ളത് നമ്മൾ കഴിഞ്ഞു, ഫജറിൻ്റെ സമയത്തുള്ളത് കഴിഞ്ഞു, ഫജറിന് ശേഷമുള്ളത് പിന്നീട് നമ്മൾ പറഞ്ഞു. അവിടെയാണ് നമ്മൾ അദ്കാർ സബാഹിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നത്. അതിനുശേഷം സഹോദരങ്ങൾ, പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് വക്തുൽ ദുഹ, ദുഹയുടെ സമയമാണ്. ദുഹയുടെ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിൻ്റെ അത്രയും അളവിൽ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു കുന്തത്തിൻ്റെ അത്രയും സൂര്യൻ ഉദിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ദുഹയുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. പിന്നീട് ളുഹർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് വരെ ദുഹാ സമയമാണ്. അത്രയും വലിയ സമയത്തിനെയാണ് നമ്മൾ ദുഹാ സമയം, പൂർവാഹന സമയം എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തുള്ള സുന്നത്തിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് അറിവുണ്ടാകും ആ സമയത്തുള്ള നിസ്കാരത്തിനാണ് സ്വലാത്തുൽ ദുഹ എന്ന് പറയുന്നത്. ആ സമയത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ദുഹാ സമയത്ത് നിസ്കരിക്കുന്നതിനാൽ അതിനെ സ്വലാത്തുൽ ദുഹ, ദുഹാ നിസ്കാരം എന്നാണ് അതിന് പേര് വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്, എന്നോട് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. സിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും ഒരു 3 നോമ്പ്, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. വറകഅതൈ അദ്ദുഹ, ദുഹാ നിസ്കാരം നിസ്കരിക്കണം 2 റക്അത്ത്. വ അൻ ഊതിറ ഖബ്ല അൻ അനാം, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും എൻ്റെ ഖലീൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. സമാനമായ കാര്യം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് അബൂദറും അതുപോലെ അബൂദർദ റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത് വസിയത്തായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയിച്ചു തരുന്ന ഹദീസാണിത്. അതുകൊണ്ട് ദുഹാ നിസ്കാരം അത് വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്തായിട്ടുള്ള ഒരു നിസ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ചിലർ അതിലൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, അന്ന സ്വലാത്ത ദുഹ തുസന്നു ഗിബ്ബൻ, ദുഹാ നിസ്കാരം ഗിബ്ബനായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അഥവാ ചില വേളകളിൽ നമ്മൾ നിസ്കരിക്കുകയും ചില ദിവസങ്ങളിൽ ഒഴിവാക്കുകയും ചെയ്യുക, അങ്ങനെയാണ് ദുഹാ നിസ്കാരം നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് അവർ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഒരു ഹദീസാണ്. ആ ഹദീസിൽ ഇപ്രകാരമാണുള്ളത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ ഹത്താ നഖൂലു ലാ യദഉഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുഹാ നിസ്കരിക്കുന്നത് കാണും. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന കാരണത്താൽ നമ്മൾ വിചാരിക്കും അവിടുന്ന് ഉപേക്ഷിക്കുകയേ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. വയദഉഹാ ഹത്താ നഖൂല ലാ യുസല്ലിഹാ, ചില സമയത്ത് അവിടുന്ന് നിസ്കരിക്കുകയേ ഇല്ല, ഒരിക്കലും ദുഹാ നിസ്കരിക്കാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തോന്നും അവിടുന്ന് ദുഹാ നിസ്കാരം നിസ്കരിക്കാറേ ഇല്ല, ആ രൂപത്തിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഹദീസിന്റെ സനദിൽ പ്രശ്നമുണ്ട്, അതിന് ദുർബലതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായത്തിന് സാധ്യതയില്ല, ഈ അഭിപ്രായം സാധുതയുള്ള ഒരു അഭിപ്രായമല്ല, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചിലർ ദുഹാ നിസ്കാരം തന്നെ ഇല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും കാണാൻ സാധിക്കും. അവർക്കും ചില ഹദീസുകൾ കിട്ടിയിട്ടുണ്ട്.
ആ ഹദീസ് ചില സഹാബികൾ പറഞ്ഞതാണ്. മുവർറിഖ് അൽ ഉജലി എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ബുഖാരിയിൽ തന്നെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണിത്. അതിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്നുണ്ട്, ഖുൽതു ലിബ്നി ഉമർ റളിയല്ലാഹു അൻഹു അതുസല്ലി ദുഹാ, ഞാൻ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ ദുഹാ നിസ്കരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. ഖുൽതു ഫഉമർ, അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമറോ? അവിടുന്ന് പറഞ്ഞില്ല. ഖുൽതു ഫഅബൂബക്കർ, അപ്പോൾ അബൂബക്കറോ? അവിടുന്ന് ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു ഇല്ല. ഖുൽതു ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ലാ ഇഖാലു, അഥവാ എനിക്ക് തോന്നുന്നില്ല എന്ന് ഈ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അങ്ങനെ ദുഹാ നിസ്കാരം ഇല്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് മറ്റു ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വേറെ ചിലർ പറഞ്ഞു ദുഹാ നിസ്കാരം അങ്ങനെ എപ്പോഴും നിസ്കരിക്കേണ്ടതില്ല, രാത്രി നിസ്കരിക്കാത്ത ദിവസങ്ങളുണ്ട് എങ്കിൽ അതിനു പകരമായി ദുഹാ നിസ്കരിച്ചാൽ മതി. അങ്ങനെ അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ആ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി ഒരാൾ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പകരമായി ദുഹാ നിസ്കരിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ദുഹാ എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ വേറെ ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ചില പ്രത്യേക കാരണങ്ങളിലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. അവിടുന്ന് ഏതെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ദുഹാ നിസ്കരിക്കാറുണ്ട്, അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. മക്ക ഫത്ഹിന്റെ അവിടുന്ന് അത് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലുമൊക്കെ ആളുകളെ കാണാൻ വേണ്ടി പോവുകയോ അല്ലെങ്കിൽ അവർ സന്ദർശിക്കാൻ വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്തും അവിടുന്ന് ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്. ഖുബാ മസ്ജിദിൽ പോയ സമയത്ത് അവിടുന്ന് ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദുഹാ നിസ്കരിച്ചത് മാറ്റി നിർത്തിയാൽ വേറെ ദുഹാ നിസ്കരിച്ചിട്ടില്ല എന്ന അഭിപ്രായം കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വല്ലാഹു അലം, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ദുഹാ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്തുൻ മുത്ലഖ, നിരുപാധികമായ സുന്നത്താണ്. അഥവാ ആദ്യം പറഞ്ഞതുപോലെയല്ല, ഒരു ദിവസം നിസ്കരിച്ചിട്ട് മറ്റൊരു ദിവസം നിസ്കരിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാവുന്ന നിസ്കാരം തന്നെയാണ് ദുഹാ നിസ്കാരം. അതിന് തെളിവായി അവർ ഉദ്ധരിച്ചത് നാം ആദ്യം വായിച്ച ഹദീസാണ്. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എനിക്ക് 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന 3 കാര്യങ്ങൾ നോക്കിയാൽ അത് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, സിയാമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ മാസവും അത് 3 ദിവസം തന്നെ നോമ്പെടുക്കണം. അതുപോലെ റക്അത്തൈ ദുഹ, അതോടൊപ്പമാണ് ദുഹയുടെ 2 റക്അത്ത്. ദുഹ എല്ലാ ദിവസവും ഉള്ളതാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും അത് വേണം. വഅൻ ഊത്തിറ ഖബ്ല അൻ അനാം, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കുക എന്നുള്ളത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ വിത്റിന്റെ വിഷയം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരുന്നുണ്ട്. എന്നാലും ഈ ഹദീസിൽ പറഞ്ഞതിന്റെ അർത്ഥം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുമ്പോഴാണ് ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കുക എന്നുള്ളത് അയാൾക്ക് സുന്നത്തായിട്ടുള്ളത്. അതല്ല എങ്കിൽ വിത്ർ ഏറ്റവും അഫ്ളൽ രാത്രിയുടെ അവസാനത്തിൽ തന്നെയാണ്. ഒരാൾക്ക് എപ്പോഴും ഫജറിന് മുമ്പ് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സമയത്ത് വിത്റാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരാൾക്ക് അഫ്ളൽ. അതാണ് അഫ്ളൽ. എന്നാൽ ഒരാൾ ക്ഷീണത്തിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് രാത്രി മറ്റു പല ജോലികളുണ്ട്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയൊരു ഹദീസിന്റെ വിദ്യാർത്ഥിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ധാരാളം ഹദീസുകളുമായി പഠിക്കാനും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രിയിൽ അല്പം പഠനം വിധേയമാക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേള അദ്ദേഹം ഫജറിന് മുമ്പുള്ള സമയത്ത് എഴുന്നേൽക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടതിനാലാണ് വിത്റാക്കിയിട്ട് ഉറങ്ങിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് രാത്രിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ പറയുമ്പോൾ അവിടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും ദുഹാ നിസ്കരിക്കണം എന്ന് പറയാനുള്ള മറ്റൊരു തെളിവ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നേരം പുലരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഓരോ സന്ധിക്കും അതിന് ഒരു ധർമ്മം, ഒരു സദഖ കൊടുക്കൽ ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. നമുക്കിങ്ങനെ ജോയിന്റുകൾ നൽകി എല്ലാ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് അനക്കാൻ സാധിക്കാമെന്ന്. അതൊരൊറ്റ അവയവമായിട്ടല്ല നൽകിയിട്ടുള്ളത്. ഓരോരുത്തരും ജോയിന്റുകൾ, പേശികൾ എല്ലാം നമുക്ക് വേണ്ടതുപോലെ അനക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് തിരിച്ചു ചെയ്യാനുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ഓരോ ദിവസവും നമ്മൾ ഈ അനുഗ്രഹങ്ങൾക്ക് സ്വതക്കകൾ നൽകുക എന്നുള്ളത്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള സന്ധികളുടെ എണ്ണം 360 എണ്ണമാണ്. ശരീരത്തിൽ 360 സന്ധികളുണ്ട്.
അപ്പം ഇതിന് സ്വതക്ക നൽകാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വതക്കക്ക് ചില മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് ഒരു സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ അതൊരു സ്വതക്ക നൽകിയത് പോലെയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സ്വതക്കയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വതക്ക, നിങ്ങൾ ഒരാളോട് ഒരു നന്മ കൽപ്പിച്ചാൽ, നന്മ പറഞ്ഞു കൊടുത്താൽ അത് സ്വതക്കയാണ്. വനഹിയുൻ അനിൽ മുൻകരി സ്വതക്ക, നിങ്ങളൊരു തിന്മ കണ്ടിട്ട് വിലക്കിയാൽ അത് സ്വതക്കയാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കും. പക്ഷേ അവസാനം പറഞ്ഞ കാര്യം നോക്കൂ, വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ദുഹാ. ദുഹാ സമയത്ത് നിങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം പകരമായി എന്നാണ്. വെറും 2 റക്അത്ത് ഈ ദുഹാ സമയത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഇത്രയും സ്വതക്കകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരാളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുഹാ നിസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട്. അതെല്ലാ ദിവസത്തിലും നമുക്ക് ബാധ്യതയാണ് ഈ സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ദുഹാ നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ അത് നിർബന്ധമല്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. ദുഹാ നിസ്കാരം നിർബന്ധമല്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ദിവസത്തിൽ 5 നിസ്കാരങ്ങൾ മാത്രമേ ഒരാൾക്ക് നിർബന്ധമുള്ളൂ. അത് 5 വക്തിലുള്ള നിസ്കാരങ്ങളാണ്. അതല്ലാത്തതെല്ലാം സുന്നത്താണ്. സഹോദരങ്ങൾ, ഇതിന്റെ സമയം നമ്മൾ പറഞ്ഞു. ദുഹാ സമയം ആരംഭിക്കുന്നത് അത് സൂര്യൻ ഉദിച്ചിട്ട് അത് ഒരു കുന്തത്തിന്റെ അത്രയും ഉയരുമ്പോഴാണ്. ഒരു കുന്തത്തിന്റെയും അത്ര എന്ന് പറയും നമ്മുടെ കാഴ്ചയിലാണ്. യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററുകളാണ് എന്നുള്ളത് നമുക്കറിയുകയില്ല. അത്രയും വലുതായിരിക്കും. നമ്മുടെ കാഴ്ചയിൽ ഒരു കുന്തത്തിന്റെ അത്രയും സൂര്യൻ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഉയർന്നതായി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് നിസ്കാരത്തിന്റെ സമയമായി എന്നാണ്. അതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ്, ചില 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില അതിലും കുറവ് മതി, ഒരു 12 മിനിറ്റ് കൊണ്ട് തന്നെ ആ ദുഹാ സമയം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മുടെ സൂര്യോദയം എന്ന് പറയുന്ന സമയം കാണണം. ആ സമയം ശേഷമാണ് 15 മിനിറ്റ്. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ക്ലോക്കുകളിലൊക്കെ സൂര്യോദയത്തിന് സമയം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ചില മസ്ജിദുകളിലൊക്കെ കാണാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് സൂര്യോദയം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അഥവാ സൺറൈസ് നമ്മൾ കണ്ടത് ഇന്ന സമയമാണ്, 6:40 അല്ലെങ്കിൽ 6:50 എന്ന് രേഖപ്പെടുത്തിയാൽ അതിനുശേഷം 15 മിനിറ്റ് വേണം. അതിനുശേഷം 15 മിനിറ്റ് വേണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കാൻ ആരംഭിക്കേണ്ടത്. അതിന്റെ അവസാന സമയം എത്ര വരെയുണ്ട്? ളുഹറിന്റെ ബാങ്കിന്റെ 5-10 മിനിറ്റ് മുമ്പ് വരെയും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ചില പണ്ഡിതന്മാർ ഒരു 5 മിനിറ്റ് മതി. ഇപ്പൊ ളുഹറിന്റെ ബാങ്ക് 12:30 ഒരു 12:25, നമുക്കൊരു സൂക്ഷ്മതക്ക് വേണമെങ്കിൽ ഒരു 12:20 നമ്മൾ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണെങ്കിലും ഇത്രയും വിശാലമായ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. ഈ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പൊതുവെ പറയുന്ന പേരാണ് ദുഹാ നിസ്കാരം എന്നുള്ളത്. അതിന്റെ ഏറ്റവും അഫ്ളലായ ഒരു വക്ത് എന്നാൽ അതിനുണ്ട്. ഏറ്റവും അഫ്ളലായ വക്ത് സഹോദരങ്ങളെ, അത് പറയുന്നത് ചെറിയ ഹദീസുകളിൽ വന്നിട്ടുള്ളത്, അത് ചെറിയ ഒട്ടകക്കിടാങ്ങൾ അവരുടെ കാല് ഇങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അഥവാ ചൂടുള്ള മണലിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പൊള്ളും. ചെറിയ ഒട്ടകക്കിടാങ്ങൾക്ക് അതിന്റെ കാല് പൊള്ളും. ഈ സമയമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം എന്നാണ് പറയുന്നത്. അഥവാ അവസാനത്തിലേക്കാണ് അതിന്റെ അഫ്ളൽ എന്നർത്ഥം. ദുഹറിന്റെ ആ സമയത്തിലേക്ക്, അവസാനത്തിലേക്ക് നമ്മൾ ഒരാൾക്ക് മാറ്റി വെക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ മസ്ജിദിൽ തന്നെ ഇരുന്നിട്ട് അദ്കാറുകളൊക്കെ ചൊല്ലി പൂർത്തിയാക്കി അങ്ങനെ സൂര്യോദയം കാത്തുനിന്ന് പിന്നെയും 10-15 മിനിറ്റ് ദിക്റിലും ഖുർആൻ പാരായണത്തിലും ഒക്കെയായി അയാൾ മസ്ജിദിൽ ചെലവഴിച്ച് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം പൂർണ്ണമായി ഉണ്ട് എന്ന് ഹദീസിൽ വന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ വലിയ പ്രതിഫലമുണ്ട്. ആ സമയത്തുള്ള നിസ്കാരത്തിന് അതിന്റെ പേര് ഇഷ്റാഖ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഇഷ്റാഖ് അത് ദുഹാ ഫി അവ്വലി വഖ്തിഹ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ദുഹാദിന്റെ ആദ്യത്തെ സമയത്ത് നിർവഹിക്കപ്പെടുന്നതാണ് ഇഷ്റാഖ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇഷ്റാഖ് നിസ്കാരം വേറെ, ദുഹാ നിസ്കാരം വേറെ എന്ന് പറഞ്ഞ് 2 നിസ്കാരം ഇല്ല. മറിച്ച് ദുഹയുടെ ആദ്യത്തെ വക്ത്, അതിനാണ് ഇഷ്റാഖ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരാൾ 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കുകയാണ് എങ്കിൽ നല്ലതാണ്. ഇനി ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, അവസാന സമയത്തേക്ക് മാറ്റിവെക്കാൻ. പക്ഷെ ഒരാൾക്ക് ചിലപ്പോൾ ഓഫീസ് പോകേണ്ട ആളുകളുണ്ടാകും, ജോലിക്ക് പോകേണ്ട ആളുകളുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും. ഇവർക്ക് ഇവരുടെ സ്കൂളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ
അതല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ ജോലിക്കോ മറ്റോ പോകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് 8:30-കോ 9 മണിക്കോ ഒക്കെ എന്ത് ചെയ്യാം, നിസ്കരിക്കാവുന്നതാണ്. കാരണം പിന്നീട് ചിലപ്പോൾ തീരെ നിസ്കരിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്കാകും. അതുകൊണ്ട് ആ സമയത്ത് എവിടെ വേണമെങ്കിലും സഹോദരങ്ങളെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. കാരണം ആ 2 റക്അത്തിന് ഈ പറയുന്ന ഏത് സമയത്ത് നിസ്കരിച്ചാലും അത്രയും പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നുഐം ബിൻ ഹമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ഓ മനുഷ്യ, ലാ തുഅ്ജിസ്നി മിൻ 4 റക്അത്തിൻ ഫി അവ്വൽ നഹാരിക്, നിന്റെ പകലിന്റെ ആദ്യത്തിൽ ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ നിനക്കൊരു ശക്തി ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ നിസ്കരിച്ചാൽ അക്ഫിക ആഖിറഹു, നിന്റെ പകൽ മുഴുവൻ ഞാൻ നിനക്ക് മതിയാകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഫാലത്ത്, അവൻ നമ്മെ പൂർണ്ണമായി നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യത്തിൽ 2 റക്അത്തായി 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അപ്പോൾ ദുഹാ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. പക്ഷേ അതിനൽ കമാൽ, ഏറ്റവും കുറഞ്ഞ പൂർത്തീകരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് 4 റക്അത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ. ഇനി എത്രയാണ് അതിന്റെ കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കുക, എത്ര നിസ്കാരം വരെ നിസ്കരിക്കാം? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ 8 റക്അത്ത് നിസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 റക്അത്തായി 8 റക്അത്ത് നിസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം 4 റക്അത്താണ് നിസ്കരിച്ചിരുന്നത്. വ യസീദു മാ ഷാ അല്ലാഹ്, പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും അവിടുന്ന് വർദ്ധിപ്പിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോ ഒരാൾക്ക് 4 റക്അത്തോ 6 റക്അത്തോ 8 റക്അത്തോ 10, 12, 14 എത്രയാണോ ഒരാൾക്ക് എളുപ്പമാകുന്നത് അത്രയും ദുഹാ നിസ്കരിക്കുക എന്നുള്ളതാണ്. അയാൾക്ക് അത്രയും നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ ഈ വലിയ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എപ്പോഴാണോ എളുപ്പമുണ്ടാകുന്നത് അപ്പോൾ നിസ്കരിക്കുക. ഇനിയിപ്പോൾ ഒരാൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി കുറച്ച് നേരത്തെ പുറപ്പെട്ടാൽ അയാൾക്ക് മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് തന്നെ ലുഹ നിസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾ ഒരു 12:15 തന്നെ മസ്ജിദിലേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ 12:30 ലുഹർ ബാങ്ക് ഉള്ളത്, അല്ലെ 12:40 ലുഹർ ബാങ്ക് ഉള്ളത്. ഒരാൾ 12:20 മസ്ജിദിലേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, തഹിയ്യത്തിനോടൊപ്പം തന്നെ ദുഹാ നിസ്കാരത്തിന് നിയ്യത്താക്കിയാൽ അയാൾക്ക് ദുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടി, അല്ലെ. അത് പലരും ചിലപ്പോൾ നേരത്തെ എത്തുന്നുണ്ടാവും, പക്ഷെ ആ ഒരു നിയ്യത്ത് വെക്കാൻ ഒരാൾക്ക് അറിയുന്നുണ്ടാവുകയില്ല, അതിന്റെ പ്രതിഫലം അറിയുന്നുണ്ടാവുകയില്ല. അത് തഹിയ്യത്ത് നിസ്കാരത്തെക്കാളും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എന്നാൽ ആ 2 റക്അത്തിൽ 2ന്റെയും നമുക്ക് ഒരുമിപ്പിക്കാനും പറ്റും. തഹിയ്യത്ത് നിസ്കരിച്ചതിനും അത് മതിയാണ്, ഇനി വുളൂവിന്റെ 2 റക്അത്തിനും അത് മതിയാണ്. ഒരാൾക്ക് ദുഹാ നിസ്കാരവും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുഹാ നിസ്കാരം അത് ശ്രദ്ധിക്കുക. അത് വലിയ ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം സഹോദരങ്ങളെ, പിന്നീട് അദ്ദേഹം കൊടുക്കുന്നത് 4ാമത്തെ സമയം വഖ്തുൽ ളുഹറാണ്. ളുഹറിന്റെ സമയം. നമ്മളങ്ങനെ ദുഹാ കഴിഞ്ഞ് ളുഹറിന്റെ സമയമായിട്ടുണ്ട്. അപ്പം ഈ സമയത്തുള്ള സുന്നത്ത് അദ്ദേഹം പറയുമ്പോൾ അവിടെ ബാങ്കിന്റെ സുന്നത്തൊന്നും വീണ്ടും പറയുന്നില്ല. കാരണം അത് ഫജറിന്റെ സുന്നത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ വഖ്തുൽ ഫജറിൽ പറഞ്ഞതാണ്. ബാങ്ക് വിളിക്കുന്നതിന്റെ സുന്നത്ത്, അതിന്റെ ഇജാബത്ത് നൽകേണ്ടതിന്റെ സുന്നത്ത്, അതുപോലെ മസ്ജിദിലേക്ക് നടന്നു വരുന്നതിന്റെ സുന്നത്ത്, ഇങ്ങനെ ധാരാളം അത് ഫജറിന്റെ സമയത്ത് തന്നെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ഇനി വേഗം ളുഹറിൽ മാത്രമായി അതല്ലാത്ത മറ്റു വല്ല സുന്നത്തുകളും ഉണ്ട് എങ്കിൽ അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതല്ല എങ്കിൽ ളുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ പിന്നെ ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്ന സുന്നത്തുകളൊക്കെ നമ്മൾ ഓർക്കണം. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. മസ്ജിദിലേക്ക് നടന്നു വരുന്നതിന്റെ പ്രതിഫലം അത് ചിന്തിക്കണം. ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ളുഹറിന്റെ സമയത്ത് പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് അദ്ദേഹം കൊടുക്കുന്നു. ഫിഹി ഇദ്ദത്തു ഉമൂർ, അതിൽ ചില കാര്യങ്ങളുണ്ട്. അൽ-അംറുൽ അവ്വൽ സലാത്തു സുന്നത്തുൽ ളുഹർ അൽ ഖബ്ലിയ്യ വൽ ബഅദിയ്യ. ളുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകളുടെ എണ്ണം 12 എണ്ണമാണെന്നും അതിൽ 4 റക്അത്ത് ളുഹറിന് മുമ്പുള്ളതാണ്. ഈ രണ്ടായിട്ട് 4 റക്അത്ത് ളുഹറിന് മുമ്പുള്ളതാണ് എന്നും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ളുഹറിന് ശേഷം റവാത്തിബായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത് 2 റക്അത്ത് സുന്നത്ത് മാത്രമാണ്. റവാത്തിബ്, അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. അത് 2 റക്അത്താണ്. ളുഹറിന് ശേഷം 2 റക്അത്താണ്. എന്നാൽ ചില ഹദീസുകളിൽ ലുഹറിന് ശേഷം ഒരാൾക്ക് 4 റക്അത്ത്, അഥവാ ഈ രണ്ടായിട്ട് 4 റക്അത്ത് നിസ്കരിക്കാമെന്ന് വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം,
سمعت النبي صلى الله عليه وسلم يقول من صلى 4 ركعات قبل الظهر و4 بعدها حرم الله عليه النار. ആരെങ്കിലും ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത്, എല്ലാം ഈ രണ്ടാണ് നിസ്കരിച്ചാൽ അവന് നരകം നിഷിദ്ധമാകും എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ സനദിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാരത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിസ്കരിച്ചിരുന്നത് അത് ളുഹറിന് മുമ്പ് 4 ശേഷം 2 എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചില ഉലമാക്കൾ അത് സ്വഹീഹാണ് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ആ സ്വഹീഹായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് 4 റക്അത്ത് തന്നെ ശേഷം നിസ്കരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിന്റെ മുമ്പുള്ള ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് ളുഹർ നിസ്കാരത്തിലുള്ള മറ്റൊരു സുന്നത്താണ് മിനസുന്ന തത്വീലു റക്അത്തിൽ ഊലാ മിൻ സലാത്ത് ളുഹർ. ളുഹർ നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്ത് ഒരല്പം ദൈർഘിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണുന്നുണ്ട്, ലഖദ് കാനത് സലാത്തുൽ ളുഹരി തുഖാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ളുഹർ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് ഇഖാമത്ത് വിളിക്കപ്പെടും. ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെടും. ഫയദ്ഹബു ദാഹിബു ഇലൽ ബഖി. അപ്പോൾ മസ്ജിദ് നബവിയിൽ നിന്ന് ചില ആളുകൾ ബഖീന്റെ ഭാഗത്തേക്ക് നടന്നു പോകും. ഫയഖ്ലി ഹാജതഹു. എന്നിട്ട് അവന്റെ ഖലാഉൽ ഹാജ, മലമൂത്ര വിസർജ്യങ്ങളൊക്കെ നടത്തും. അന്ന് എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവി വളരെ ചെറുതാണ്. ബഖീന്റെ ഭാഗത്തൊക്കെ പറയുന്ന പുറത്തേക്കുള്ള ഭാഗമാണ്, അവിടെ ആൾ താമസമൊന്നുമില്ല. അപ്പൊ അവിടെ പോയി ഖലാഉൽ ഹാജ ഒക്കെ നടത്തി സുമ്മയതവദ്ദ, പിന്നീട് വുളു ഒക്കെ എടുത്തു. സുമ്മയത്തി, പിന്നീട് മസ്ജിദിലേക്ക് നടന്നു വരും. ഇപ്പൊ കുറച്ച് ദൂരമുണ്ട്, നമുക്കറിയാം, ഇന്നും തന്നെ ദൂരമുള്ള ഭാഗമാണത്. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അർറകഅത്തിൽ ഊല മിമ്മ യുതവ്വിലുഹ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാമത്തെ റക്അത്തിൽ തന്നെ ഉണ്ടാവുന്ന. അപ്പോൾ ഇഖാമത്ത് എടുത്തപ്പോഴാണ് ആൾ പോയിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ 1-ാമത്തെ റക്അത്തിലുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ 1-ാമത്തെ റക്അത്തിൽ അല്പം ദൈർഘിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇത് ഇദ്ദേഹം പറയാണ്, അത് ഇമാമായി നിസ്കരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്, അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും സ്ത്രീകൾക്ക് വീട്ടിലും ഒക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇത് പൊതുവെ ആളുകൾ തീരെ ചെയ്യാത്തതായ ഒരു സുന്നത്തായിട്ട്, അസ്സുനനുൽ മുന്തസിറ എന്ന് പറഞ്ഞ് കാലഹരണപ്പെട്ടു പോയ പലരും ചെയ്യാത്തതായ ഒരു സുന്നത്തായിട്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ പൊതുവെ ജമാഅത്ത് നിസ്കാരം പുറകിലുള്ള ആളുകൾക്ക് മശക്കത്തുണ്ട് എങ്കിൽ, അഥവാ അവർക്ക് പ്രയാസമുണ്ട്, പെട്ടെന്ന് പോകേണ്ട ആളുകളാണ്, ദുർബലര് പുറകിലുണ്ട്, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ട് എങ്കിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഏറ്റവും അഫ്ളൽ അത് ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ദൈർഘിപ്പിച്ച് നിസ്കരിക്കൽ അത് സുന്നത്തായ കാര്യമാണ്. ഇതാണ് ളുഹർ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അൽ ഖൈലൂലത്തിനെ കുറിച്ചാണ്. അഥവാ പകലിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ, അത് പകലിൻ്റെ അതായത് ഏകദേശം നട്ടുച്ച സമയത്ത് അതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ നമ്മൾ അല്പം വിശ്രമിക്കുന്നതിനാണ് അൽ ഖൈലൂല എന്ന് പറയുന്നത്. റാഹത്ത് എടുക്കുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്, അത് രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് അതിനൊരു ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടി, ഒരു ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ഖൈലൂലത്ത് എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം ഉറങ്ങുക എന്നുള്ളതല്ല, ഏതാനും നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ മാത്രം, കുറഞ്ഞ മിനിറ്റുകൾ മാത്രം, ഒരു അരമണിക്കൂറിനുള്ളിൽ മാത്രം ഒരാൾക്ക് ഉറങ്ങി വിശ്രമിക്കാവുന്നതിനാണ് ഖൈലൂലത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നിരുപാധികം സുന്നത്താണോ അല്ലേ എന്നുള്ളതിൽ ഇദ്ദേഹം പറയാണ്, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു നമുക്ക് എപ്പോഴാണോ ഒരു ക്ഷീണമുള്ളത് അപ്പോൾ അത് എടുത്താൽ മതി, നിരുപാധികമായി എന്നും ഖൈലൂലത്ത് എടുക്കണമെന്നില്ല. നമുക്ക് എപ്പോഴൊക്കെ ക്ഷീണമുണ്ടോ, ഒരു റെസ്റ്റ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് നമുക്കൊന്നും ഉറങ്ങുന്നത് നല്ലതാണ്, അത് ശാരീരികമായി നല്ലത് തന്നെയാണ്, അങ്ങനെ അത് സ്വീകരിക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിലൊക്കെ ദുർബലതയുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ദുർബലതയുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ ആശയം നമുക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യം തന്നെയാണ്. ഇസ്തഈനു അലാ സിയാമി നഹാരി ബിസ്സഹൂർ. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ നോമ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത്താഴം കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അത്താഴം കൊണ്ട് സഹായം തേടുക, അഥവാ അത്താഴം കഴിച്ചിട്ട് നിങ്ങൾ നോമ്പിന് ശക്തി പകരാൻ ശ്രമിക്കുക. വഅലാ ഖിയാമിൽ ലൈലി ബിൽ ഖൈലൂല. അതുപോലെ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പകൽ കുറച്ച് ഉറങ്ങുക, ഖൈലൂലത്ത് എടുക്കുക എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിലെ ചില റാവിമാർ ദഈഫായ ദുർബലരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ദഈഫാണെന്നാണ് പറയുന്നത്. വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ഖീലു ഫഇന്ന ശൈത്താന ലാ തഖീൽ. നിങ്ങൾ ഖൈലൂലത്ത് എടുക്കുക, പിശാച് ഖൈലൂലത്ത് ഉറങ്ങുകയില്ല. ആ ഹദീസിലും ദുർബലതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാരത് സഹീഹാണ് എന്ന് തന്നെ സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്കൊരാൾക്ക് വിശ്രമിക്കണമെങ്കിൽ അത് നല്ലത് തന്നെയാണ്, വിശ്രമിക്കണമെങ്കിൽ അത് നല്ലത് തന്നെയാണ്.
തീർച്ചയായും അങ്ങനെ ഉറങ്ങുന്നതിൽ നമുക്ക് രാത്രി നിസ്കരിക്കാനൊക്കെ നല്ല ഉന്മേഷവും അതുപോലെ നമ്മുടെ ക്ഷീണക്കുറവൊക്കെ അനുഭവപ്പെടും. അത് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് നിർബന്ധ ബുദ്ധിയാൽ ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് ആവശ്യമുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ് എന്നാണ്. മറ്റൊരു സുന്നത്തായി അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത് യുസന്നു ഇൻദ ശിദ്ദത്തിൽ ഹർരി തഖീറു സ്വലാത്തി ളുഹർ ഹത്താ യൻകസിറുൽ ഹർ. വളരെ ചൂടുള്ള കഠിനമായ ചൂടുള്ള കാലഘട്ടത്തിൽ ളുഹർ നിസ്കാരം അല്പം വൈകിപ്പിക്കുക എന്നുള്ള സുന്നത്താണ്. ദീനിൽ എന്തൊരു എളുപ്പമാണ് കാര്യം. വളരെ ചൂടുള്ള കാലഘട്ടം, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് അതറിയാം. ളുഹർ നിസ്കാരം ഭയങ്കര ചൂടുള്ള സമയമുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ വലിയ പ്രയാസമുള്ള ചൂടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് നിസ്കാരം നന്നായി വൈകിപ്പിക്കാമെന്നാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഇപ്പം അസർ നിസ്കാരം ഒരു 4:30 വിചാരിക്കുക, അത് അസറിന്റെ ബാങ്ക് 4:30 വിചാരിക്കുക, എങ്കിൽ ഒരു 4 മണിക്കൊക്കെ നിസ്കരിച്ചാൽ മതി. അത്രയും തണുത്തിട്ട് നിസ്കരിച്ചാൽ മതി. അത് അല്ലാതെ ചെയ്യുന്ന ചിലരെ ഇബ്നു തൈമിയ്യ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ചിലർ 12:30 ആയിരിക്കും ളുഹർ, അവർ വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്ക് നിസ്കരിക്കുന്നതിന്റെ പകരം 1:30 നിസ്കരിക്കും. അത് യഥാർത്ഥത്തിൽ തണുപ്പിക്കലല്ല, ഹദീസിൽ തബ്രീദാണ് പറഞ്ഞിട്ടുള്ളത്. തണുപ്പിക്കാനാണ് പറഞ്ഞത്, ചൂടാക്കലാണ്. കാരണം ഒന്നുകൂടി ചൂടുള്ള സമയത്തേക്കാണ് അവർ മാറ്റി വെക്കുന്നത്. കുറച്ച് സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ സുന്നത്ത്, മറിച്ച് ചൂട് പൂർണ്ണമായി പോയിട്ട് നല്ല തണുപ്പ് വരുന്ന സമയത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഹദീസിൽ കാണാൻ സാധിക്കും, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദശ്തദ്ദൽ ഹർറു അബ്രിദു ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. കഠിനമായ ചൂട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തെ കൊണ്ടത് തണുപ്പിക്കണം. അഥവാ തണുപ്പുള്ള സമയത്തേക്ക് നിസ്കാരം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ മതി. ഫൈന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. എന്നിട്ടത് പറയാണ്, ഈ കഠിനമായ ചൂടുണ്ടാകുന്നത് നരകത്തീയുടെ ചൂടിന്റെ ഭാഗമാണ് എന്ന് ഹദീസിൽ വരികയാണ്. നരകം നിശ്വാസം എടുക്കുന്ന സമയത്താണ് അത് പുറത്തേക്ക് വിടുന്നതാണ് ഈ കഠിനമായ ചൂട് എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ളുഹർ വൈകിപ്പിക്കാവുന്നതാണ് കഠിനമായ ചൂടുള്ള സമയത്ത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് അത് വീട്ടിലുള്ള സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാം. കഠിനമായ ചൂടാണ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉച്ചക്കൊന്ന് നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസം എന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ പല സൗകര്യങ്ങളുള്ള ആളുകൾക്ക് അത് ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പ്രയാസമുള്ള ആളുകൾ, വളരെ കഠിനമായ ചൂടാണ്, അപ്പോൾ ആ നേരത്ത് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫാനില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ നല്ല ചൂടാണ്, അവർക്ക് എന്ത് ചെയ്യാം? അല്പം വൈകിപ്പിക്കാം. ഈ ഒരു സുന്നത്ത് അവർക്ക് നടപ്പാക്കാവുന്നതാണ്. അല്പം വൈകിപ്പിച്ചിട്ടൊന്ന് ചൂട് തണുക്കുന്ന സമയത്ത് ഒരു 3 മണിയോ 3:30 എപ്പോഴാണോ നമ്മൾ അസറിന്റെ സമയം നോക്കിയിട്ട് അതിൻ്റെ ഒരു അരമണിക്കൂർ പിന്നിലേക്ക് വരെയൊക്കെ നമുക്ക് ളുഹർ പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ചൂടുള്ള സമയത്ത് സുന്നത്തായ കാര്യമാണ്. സാധാരണ സ്ത്രീകൾ അവിടെ ജോലി തിരക്കാരണത്താൽ വൈകിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്, അത് ശരിയല്ല. മറിച്ച് ഏതൊരു നിസ്കാരം അതിന് ആദ്യത്തെ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ളുഹർ നിസ്കാരത്തിന് ഇങ്ങനൊരു പ്രത്യേക കാര്യം വന്നത് അത് കഠിനമായ ചൂടുള്ള സമയത്താണ് എന്ന് കാണാൻ സാധിക്കും. അതാണ് അദ്ദേഹം ളുഹറുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് കൊടുത്തത് ഖാമിസൻ, 5ാമത്തെ സമയം വഖ്തുൽ അസ്ർ, അസറിന്റെ സമയത്തുള്ള സുന്നത്തുകളാണ്. അതിൽ 1ാമത്തെ ചോദ്യം, ഹൽ യുസന്നു ഖബ്ല അസ്രി ഷൈഉൻ മിനൻ നവാഫിൽ, അസർ നിസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ എന്നാണ്. അതുമായി ബന്ധപ്പെട്ടും ഒരു ഹദീസ് വന്നിട്ടുണ്ട്. റഹിമല്ലാഹു ഇംറഅൻ സ്വല്ല ഖബ്ല അസ്രി 4, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഹദീസിന്റെ പരമ്പരയിലും ചില റാവിമാർ ദുർബലരുള്ളത് കൊണ്ട് തന്നെ ഈ ഹദീസും ദഈഫാണ്, ദുർബലമാണ് എന്ന് ഒരുപാട് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സഹീഹാണ് എന്ന് വിലയിരുത്തിയ പണ്ഡിതന്മാരെയും കാണാം. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മുഹദ്ദിസീങ്ങളിൽ ചിലർ അത് കുഴപ്പമില്ലാത്ത പരമ്പരയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് സഹീഹാണെന്ന് പറയുന്നുണ്ടാവും. എന്നാൽ അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് സഹീഹല്ല എന്ന് തന്നെയാണ്. കാരണം ചില മുഹദ്ദിസുകളുടെ അടുക്കലേക്ക് ഈ ഹദീസുമായി കൊണ്ടുപോയപ്പോൾ അവർ അത് ഉപേക്ഷിച്ചേക്കൂ, ആ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് മുൻഗാമികളിൽ തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഅമ്മാ ഖബ്ല അൽ അസ്ർ, അസ്റിന് മുമ്പ് ഫലം യഖുൽ അഹദുൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഖബ്ല അൽ അസ്ർ ഇല്ലാ ഫീഹി ദഅഫുൻ ബൽ ഖത. അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ദഅഫാണ്, തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസ്റിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു 4 റക്അത്ത് പ്രത്യേകമായി നിസ്കരിക്കണമെന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് സുന്നത്തുണ്ട്, അതുള്ളതാണ്. അത് വീട്ടിലുള്ളവർക്കും നിസ്കരിക്കാം, അതല്ലാതെ മസ്ജിദിലുള്ളവർക്കും നിസ്കരിക്കാം. ഒരാൾ മസ്ജിദിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് കൊടുത്തു, അസറിന്റെ ബാങ്ക് കൊടുത്തു, ബാങ്കിന് ശേഷമൊക്കെ എന്ത് ചെയ്യാം? എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാം. ഇത് ജുമാക്ക് നിസ്കരിക്കാൻ പാടില്ല. ചില ആളുകൾ ഇത് ജുമാന്റെ ദിവസം അങ്ങനെ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. ജുമാക്ക് ബാങ്ക് വിളിച്ചാലുണ്ടാവും ചിലർ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നത് ശരിയല്ല. ജുമാക്ക് അങ്ങനെ നിസ്കാരം ബാങ്ക് കൊടുത്തതിന് ശേഷം ഇല്ല. അതല്ലാത്ത ദിവസങ്ങളിൽ ബാങ്ക് കൊടുത്താൽ ഇഖാമത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 റക്അത്ത് ആ ഒരു നിയ്യത്തിൽ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്.
അപ്പം ആ നിലക്ക് ഒരാൾക്ക് അസറിന് മുമ്പ് നിസ്കരിക്കാമെന്നല്ലാതെ ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അദ്കാറു സബാഹി വൽ മസാ ആണ്. നേരത്തെ രാവിലെയുള്ള അദ്കാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവിടെ അദ്ദേഹം അതിന്റെ സമയം പിന്നീട് അസറിന്റെ അതായത് മസാഇന്റെ സമയത്ത് അവിടെ ആ ഭാഗത്ത് പ്രതിപാദിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് രാവിലെയുള്ള ദിക്റിന്റെ സമയം, അതേതുവരെയുണ്ട്, വൈകുന്നേരമുള്ള ദിക്റിന്റെ സമയം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഏതാണ്, അതാണ് അദ്ദേഹം പിന്നീട് ചർച്ച ചെയ്യുന്നത്. മത്താ യബ്തദിഉ വഖ്തു അദ്കാരി സബാഹ് വൽ മസാ, രാവിലെയുള്ള ദിക്റിന്റെയും വൈകുന്നേരമുള്ള ദിക്റിന്റെയും സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഒന്നാമത്തത് വഖ്തു അദ്കാരി സബാഹ്, രാവിലെയുള്ള നിസ്കാരത്തിന്റെ സമയം. പണ്ഡിതന്മാർ പറയുന്നത് അത് തുലൂ ഉൽ ഫജർ മുമ്പ് വരെ, തുലൂ ഉൽ ഫജർ അഥവാ നമ്മളെ ഫജർ ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ ആരംഭിക്കുമെന്നാണ്. അദ്കാറു സബാഹിൻ്റെത് ഫജർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കും. ഒരാൾക്ക് ഫജർ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള ദിക്റുകൾ ചൊല്ലി തുടങ്ങണമെങ്കിൽ തുടങ്ങാവുന്നതാണ്. അങ്ങനെ അതെവിടെ വരെയാണ്? അത് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് വരെയുള്ള സമയത്ത് അങ്ങനെ ഉണ്ട്. ഇതാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വേറെ ചിലർ പറഞ്ഞു അത് രാത്രിയുടെ അർദ്ധരാത്രി മുതൽ തന്നെ തുടങ്ങുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രി മുതൽ തന്നെ അത് തുടങ്ങും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായി മനസ്സിലാകുന്നത് വല്ലാഹു അലം അത് ഈ പറഞ്ഞതുപോലെ തുലു ഉൽ ഫജർ മുതൽ, അഥവാ ഫജറിന്റെ ബാങ്ക് കൊടുത്തത് മുതൽ അതുപോലെ അതിന്റെ അവസാനം വരുന്നത് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന അത്രയും വരെയാണ്. അത്രയും നേരത്തെ ഒരാൾക്ക് ചൊല്ലാം. നിസ്കാരത്തിന് വരുന്നതിന് മുമ്പും വേണമെങ്കിൽ ഒരാൾക്ക് അദ്കാർ സബാഹിലുള്ള ഏതെങ്കിലുമൊക്കെ ചൊല്ലുന്നതിന് തിരക്കേടില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ സമയം മുഴുവനും അദ്കാർ സബാഹിന്റെ സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, എപ്പോഴാണ് അദ്കാറുൽ മസാ? അദ്കാറുൽ മസാ അത് ആരംഭിക്കുന്നത് അസർ നിസ്കാര ശേഷമാണ്. അസർ നിസ്കാര ശേഷം അത് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് അദ്കാറുൽ മസാഇന്റെ സമയം. എന്നാൽ പല പണ്ഡിതന്മാർ ലജ്നത്തു ദായിമയുടെ ഒക്കെ ഫത്വ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഗ്രിബിന് ശേഷമുള്ള സമയത്തിലേക്കും ഒരാൾക്ക് പിന്തിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉദുറുള്ള സമയത്ത് ആ സമയത്ത് ചൊല്ലുന്നതിനോ തെറ്റില്ല. ഇപ്പൊ ഒരാള് മറന്നുപോയി, പെട്ടെന്ന് മഗ്രിബിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഓർമ്മ വന്നിട്ടുള്ളൂ, അപ്പൊ അയാൾ കുറച്ച് ദിക്റേ ചൊല്ലാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി ആൾക്ക് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് അദ്കാറുൽ മസാ ചൊല്ലാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെയുള്ള അദ്കാറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വൈകിപ്പോയി, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യാം? അയാൾക്ക് അതിന് ശേഷവും എന്ത് ചെയ്യാം? ആ അദ്കാറുകൾ പൂർത്തിയാക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അദ്കാർ സബാഹിന്റെയും അദ്കാറുൽ മസാഇന്റെയും സമയം എന്നുള്ളത്. സഹോദരങ്ങളെ, അത് മനസ്സിലാക്കുക. ആ ദിക്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഹിഹായ അദ്കാറിന്റെ കിതാബുകൾ വെച്ച് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? അത് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് വഖ്തുൽ മഗ്രിബാണ്. മഗ്രിബിന്റെ സമയമാണ്, 6ാമത്തെ സമയമാണ്. സാദിസൻ വഖ്തുൽ മഗ്രിബ്. നമ്മൾ ഓർക്കണം, ഇത് ഫജറിന്റെ മുമ്പുള്ള സമയം മുതൽ ആരംഭിച്ചിട്ട് ഫജറിന്റെ സമയം, ഫജറിന് ശേഷമുള്ള സമയം, ദുഹാ സമയം, ളുഹർ, അസർ, ഓരോ സമയത്തുള്ള സുന്നത്തുകളാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് വഖ്തുൽ മഗ്രിബാണ്, മഗ്രിബിന്റെ സുന്നത്താണ്. അതിൽ പറയുന്നു ഫീഹി ഇദ്ദത്തു ഉമൂർ, ഇതിലും ചില കാര്യങ്ങളുണ്ട്. അൽ അംറുൽ അവ്വൽ മിന സുന്നത്തി കഫു സിബിയാനി അവ്വൽ അൽ മഗ്രിബ്. മഗ്രിബ് വാങ്ങി കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളെ പിടിച്ചു വെക്കുക, അഥവാ കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങാൻ വിടാതിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അൽ അംറുസാനി, രണ്ടാമത്തെ കാര്യം മിന സുന്ന ഇഗ്ലാഖുൽ അബ്വാബി അവ്വൽ അൽ മഗ്രിബ്. മഗ്രിബിന്റെ ആ സമയത്ത്, രാത്രി മുഴുവൻ അടച്ചിടണമെന്നല്ല, മഗ്രിബിന്റെ ആ സമയത്ത് എന്ത് ചെയ്യണം? വാതിലുകൾ അടക്കണം. വദിക്രിസ്മില്ലാഹി തആല, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വാതിലുകൾ അടക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ഒരേ കാരണത്താലാണ്, അഥവാ പിശാചുക്കൾ ഭൂമിയിൽ വ്യാപിക്കുന്ന ഒരു സമയമാണ് മഗ്രിബിന്റെ സമയം എന്നുള്ളതാണ്. അവരിങ്ങനെ ഭൂമിയിൽ വ്യാപിക്കും. ഈ സമയത്ത് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ഷർറുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അല്ലാതെ നടക്കുകയില്ല. ചില ആളുകൾ പിശാച് എന്തെങ്കിലുമൊക്കെ ഷർറുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ ചില ഹദീസുകളും ആയത്തൊക്കെ ഓതും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അത്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹു തടഞ്ഞത് ആർക്കാണ് തരാൻ പറ്റുക, അല്ലാഹു നൽകുന്നത് ആർക്കാണ് തടയാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അതിനെതിരല്ല. പിശാചിന് ഷർറുണ്ടാക്കണമെങ്കിലും, മനുഷ്യന്മാര് ഒരു കത്തിയെടുത്ത് കുത്തിയിട്ട് ഷർറുണ്ടാക്കണമെങ്കിലും, കല്ലെടുത്ത് എറിഞ്ഞ് ഷർറുണ്ടാക്കണമെങ്കിലും ഒക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിനുണ്ടാകണം, അവൻ ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ അള്ളാഹുവിനെ കവച്ചു വെച്ചിട്ട് ഒരു പിശാചിനും ഒരു ജിന്നിനും ഒരാളെയും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കുക. ജിന്ന് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ ജിന്നിനെ വലുതാക്കലല്ല, മറിച്ച് ജിന്ന് മനുഷ്യരെക്കാളും ദുർബലരായ പടപ്പുകൾ തന്നെയാണ്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇങ്ങനെ കുട്ടികളിൽ പ്രയാസം ഉണ്ടാക്കാൻ, ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നതാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിൽ കാണാം,
ഇദാ കാന ജുൻഹുൽ ലൈൽ ഔ അംസൈതും ഫകുഫു സിബിയാനക്കും. രാത്രിയുടെ ആദ്യ ഭാഗം വരുന്ന സമയത്ത് അഥവാ മഗ്രിബിന്റെ സമയത്ത് എന്ത് ചെയ്യണം? ഫകുഫു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. ഫഇന്ന ശയാത്തീന തൻതശിറു ഹീനഇദിൻ, കാരണം ഈ സമയത്ത് പിശാചുക്കൾ ഇങ്ങനെ വ്യാപിക്കുന്ന സമയമാണ്. ഫഇദാ ദഹബത് സഅതും മിനൽ ലൈലി ഫഖല്ലൂഹും, രാത്രിയിൽ ഒരു മണിക്കൂർ, സഅ എന്ന് പറയുന്നത് കൃത്യം ഒരു മണിക്കൂറല്ല, ഒരു സമയം, അത് കഴിഞ്ഞാൽ ഫഖല്ലൂഹു, പിന്നെ കുട്ടികളെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല, കുട്ടിക്ക് പുറത്തിറങ്ങാം. ഇശായുടെ സമയത്തൊക്കെ കുട്ടിക്ക് പുറത്തിറങ്ങുന്നതിനോ യാതൊരു വിലക്കുള്ള കാര്യമല്ല. ആ മഗ്രിബിന്റെ സമയം, ആ ഒരു സമയത്തിലേക്കാണ് ഈ പറയുന്നത് ഫഖല്ലൂഹും. അതുപോലെ തന്നെ വഅഗ്ലിഖുൽ അബ്വാബ്, വാതിലുകൾ നിങ്ങൾ പൂട്ടി വെക്കണം. വദ്കുറു ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വാതിൽ അടക്കേണ്ടത്. ഫഇന്ന ശൈത്താൻ ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ, അടച്ച വാതിൽ തുറക്കാനൊന്നും പിശാചിന് കഴിയില്ല. അപ്പൊ അത്രയും ദുർബലനാണ് പിശാച്. ഒരു വാതിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അടച്ചാൽ പിന്നീട് പിശാചിനെ തുറന്ന് എത്തു കയറാനൊന്നും കഴിയുന്നതല്ല. പിശാചിന് അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റൂല, അങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന് വലിയ ശ്രേഷ്ഠതയും ശക്തിയും നൽകിയിട്ടുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വാതിൽ അടച്ചാൽ ഒരു പിശാചിനും പിന്നീട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് രണ്ട് സുന്നത്തുകളാണ്. ഒന്നെന്ത് ചെയ്യുക? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ മഗ്രിബിന് തൊട്ടുമ്പോൾ തന്നെ അകത്തേക്ക് കയറാൻ പറയണം, അകത്തേക്ക് കയറി ഇരിക്കാൻ പറയണം. എന്നിട്ട് അവരെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് രാത്രിക്ക് അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ രാത്രി പിന്നീട് ഇറങ്ങാം, കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് മാത്രമാണ്. അതുപോലെ വാതിലുകളും നമ്മൾ ആ സമയത്ത് മഗ്രിബിന്റെ സമയം ആകുമ്പോഴേക്കും അടക്കുവാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഫകുഫു സിബിയാനക്കും, കുട്ടികളെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇംനഊഹും മിനൽ ഖുറൂജി ദാലിക്കൽ വഖ്ത്, ഈ സമയത്ത് അവരെ പുറത്തേക്ക് പോകാതെ പിടിച്ചു വെക്കാൻ, അതിന് തടയുക എന്നുള്ളത്, അതാണ് പിടിച്ചു വെക്കാൻ, കൈങ്ങനെ പിടിച്ചു വെക്കാന്നല്ല, അവരെ പുറത്തേക്ക് പോകാതെ അവരെ തടയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫഇന്ന ശൈത്താന യന്തശിർ, പിശാചുക്കൾ വ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ജിൻസു ഷൈത്താൻ, പിശാചിന് ഇനങ്ങൾ ഒരുപാടുണ്ട്. അത് അൻ യുഖാഫ അല സിബിയാനി ദാലിക്കൽ വഖ്തി മിൻ ഈദാഇ ശൈത്താൻ ലികസ്റതിഹിം ഹീനഇദിൻ, അവർ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ അവർ ഉപദ്രവിക്കും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, നമ്മളിപ്പോൾ ഒരുപാട് നായക്കൂട്ടങ്ങൾ ഉണ്ടായാൽ നമ്മൾ കുട്ടികളെ വിടൂല, കുട്ടികളെ ഉപദ്രവിക്കും നായ്ക്കൾ. അതുപോലെ തന്നെ പിശാചും ആ രൂപത്തിൽ അതുപോലെ നമ്മൾ കണ്ടാൽ മതി. ഒരു നായക്കൂട്ടങ്ങളെ പോലെ വളരെ ദുർബലരായിട്ടുള്ള വൃത്തികെട്ട വർഗ്ഗങ്ങളായിട്ട് അതിനെ കണ്ടാൽ മതിയാകുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ പിടിച്ചു വെക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പറയുമ്പോൾ ഇത് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകലാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം നടത്തിയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇത് തിരിച്ചുപോക്കാണ്, ഒന്നുമല്ല. ഇത് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. ഇത് ഏതെങ്കിലുമൊക്കെ 2002 2010 വന്ന ഹദീസുകളൊന്നുമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. അത് സ്വീകരിക്കൽ നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പൊ ആ രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ലാ തുർസിലു ഫവാഷിയക്കും വസിബിയാനക്കും ഇദാ ഗാബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളെയും, അതുപോലെ ഫവാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആട്, മാട്, ഒട്ടകങ്ങൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിലെ ജീവികളൊക്കെ ഉണ്ട്, ഇതിനെല്ലാം നിങ്ങളിനി പുറത്തേക്ക് വിടരുത്. ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശ, ഇശാന്റെ ആ ഒരു ഇരുട്ട് അത് എന്ത് ചെയ്യുന്നത് വരെ, അത് പോകുന്നത് വരെ, അഥവാ മഗ്രിബ് ഇശാന്റെ ഇടയിലുള്ള ആ സമയം കഴിയുന്നത് വരെ എന്നാണ് അതിന്റെ അർത്ഥം. ഫഇന്ന ശയാത്തീന തൻബഇസു ഇദാ ഗാബത്തി ശംസു ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശ, ഇശാന്റെ സമയം എത്തുന്നത് വരെ പിശാചുക്കൾ ഇങ്ങനെ വ്യാപിക്കുന്ന സമയമാണ്. ഒരു ഇശാക്ക് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒരു 1/4 മണിക്കൂർ, ആ 1 മണിക്കൂറിന്റെ അകത്തുള്ള സമയം മാത്രമാണ് പറയുന്നത്. അവിടെ നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ഖൈറുണ്ടാക്കുന്ന കാര്യമാണ്, ഒരുപാട് ഖൈറുണ്ടാക്കുന്ന കാര്യമാണ്. അത് ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, അല്ല മുർസാലിസ് സലാത്തു റക്അതൈനി ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. പക്ഷേ ഇത് റവാത്തിബ് സുന്നത്തല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി പറഞ്ഞ, സ്വർഗം വാഗ്ദാനം ചെയ്ത് പറഞ്ഞ ആ 12 റക്അത്തിൽ പെടുന്നതല്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ അൽ മുസ്നി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, സല്ലു ഖബ്ല സലാത്തിൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിന് മുമ്പ് നിസ്കരിക്കുക. അവിടുന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്താൽ മതി, അഥവാ നിർബന്ധമില്ല, അഥവാ അത് പതിവാക്കി എടുക്കേണ്ടതില്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇടയ്ക്ക് മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാതിരിക്കാം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അത് കുറച്ചുകൂടി ഫായിദകളുണ്ട്. ലഖദ് റഅയ്തു കിബാർ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തദിറൂന സവാരിയ ഇൻദൽ മഗ്രിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ വലിയ സഹാബികൾ, കിബാറു അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ, ഉമറും അലിയും അങ്ങനെയുള്ള വലിയ വലിയ സഹാബിമാരാണ്, ശ്രേഷ്ഠവര്യരായ സഹാബിമാരാണ്. അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ് കണ്ടിട്ടുള്ളത്?
യബ്തദിറൂന സവാരി ഇൻദൽ മഗ്രിബ്, മഗ്രിബിന്റെ സമയത്ത് മസ്ജിദിന്റെ തൂണിലേക്ക് അവർ തിരക്ക് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, അവർ മസ്ജിദിലേക്ക് നേരെ മഗ്രിബിന്റെ സമയത്ത് വരാറുണ്ട്. രണ്ട്, അവർ സുത്രയും സ്വീകരിച്ചിരുന്നു എന്നാണ്. നിസ്കാരത്തിന് സുത്രയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തൂണുകളെ അവർ അവലംബമാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ ബിൽ മദീന, ഞങ്ങൾ മദീനയിലായിരിക്കുമ്പോൾ ഫഇദാ അദ്ദനൽ മുഅദ്ദിനു ലിസലാത്തിൽ മഗ്രിബ് ഇബ്തദറു അസ്സവാരി ഫയർകഊന റകഅതൈൻ റകഅതൈൻ ഹത്താ ഇന്ന الرجل الغريب لا يدخل المسجد فيحسب أن الصلاة قد صليت من كثرة من يصليهما. അങ്ങനെ എന്ത് ചെയ്യും, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഈ തൂണിന്റെ അടുക്കൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് ചില ആളുകൾ വന്നാൽ അവർ വിചാരിക്കും ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞെന്ന് വിചാരിക്കും. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിസ്കരിക്കും, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്ന് തോന്നിപ്പോകാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് പറഞ്ഞതുപോലെ ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ നിസ്കരിച്ചാൽ മതി, പതിവാക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാം. അതിന് മഗ്രിബിന്റെ എന്നല്ല, ഏതൊരു നിസ്കാരത്തിന്റെയും ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ ഒരാൾക്ക് 2 റക്അത്ത് സുന്നത്ത് അത് നിസ്കരിക്കാവുന്നതാണ്. അത് പതിവാക്കേണ്ടതില്ല എന്ന് മാത്രം. കാരണം ബൈന കുല്ലി അദാനൈനി സല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുകയും 3ാമത്തതിൽ ലിമൻ ഷാ അങ്ങനെ പറഞ്ഞത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്ന്. ഇനി യുക്രഹു, 4ാമത്തെ കാര്യം, യുക്രഹു നൗമു ഖബ്ലൽ ഇശ, മഗ്രിബിന് ശേഷം ഇശാക്ക് മുമ്പായിട്ട് ഒരാൾ ഉറങ്ങുക എന്നുള്ളത് കറാഹത്തായ കാര്യമാണ്. ഹറാമല്ല, നിഷിദ്ധമൊന്നുമല്ല. മഗ്രിബിന് ശേഷം ഒരാൾ ഉറങ്ങി എന്നുള്ളത് നിഷിദ്ധമല്ല. അവൻ ഇശാ നിസ്കാരം പാഴാക്കുന്നുണ്ടെങ്കിലല്ല, അവൻ ഇശാ നിസ്കരിക്കാൻ വേണ്ടി പാഴാക്കാൻ വേണ്ടി രാത്രി എഴുന്നേൽക്കാം, അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേൽക്കാം, അല്ലെങ്കിൽ ഫജറിന് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ച് ഉറങ്ങുകയാണെങ്കിൽ നിഷിദ്ധമായി തീരും. കാരണം ഇശാ മനഃപൂർവ്വം കള്ളാക്കാൻ പോവാണ്, അത് പാടില്ല. എന്നാൽ വെറുതെ ഒരു ക്ഷീണത്തിനോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനോ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അതിൽ കുഴപ്പമുള്ള കാര്യമല്ല. ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം പ്രധാനപ്പെട്ടത് ഇശാ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ്. കാരണം ഒരാൾ നല്ല ക്ഷീണത്തോടൊക്കെ ഇശാക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയും ഉറങ്ങിപ്പോകും. അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം എഴുന്നേറ്റാൽ അതിൻ്റെ ഇശാന്റെ സമയം പോകും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അബൂ ബറസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഹിബ്ബു അൻ യുഅഖിറൽ ഇശ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം എപ്പോഴും പിന്തിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ നിസ്കരിക്കുന്നത് പോലെയല്ല. പണ്ട് നിസ്കരിച്ചത് കുറേയൊക്കെ വൈകിട്ടാണ്, ഒരു 10-11 മണിക്കൊക്കെ ഇശാ ജമാഅത്ത് ആളുകൾ നിസ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വൈകിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് പ്രയാസമില്ലെങ്കിൽ സുന്നത്ത് എന്ന് ഹദീസിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. ആ ഹദീസിൽ വന്ന കാര്യമാണ് വകാന യക്റഹു നൗമ ഖബ്ലഹ, അവിടുന്ന് നിസ്കാരത്തിന് മുമ്പായിട്ട്, ഇശാ നിസ്കാരത്തിന് മുമ്പായിട്ട് ഉറങ്ങുന്നത് വെറുത്തിരുന്നു. അതുപോലെ വൽ ഹദീസ ബഅദഹ, ഇശാ നിസ്കാരത്തിന് ശേഷം സംസാരിച്ചിരിക്കുന്നതും അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതാണ് മഗ്രിബിന്റെ സമയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. സാബിഅൻ, 7ാമത്തെ വക്ത് വക്തുൽ ഇശാ, ഇശായിന്റെ വക്താണ്. ഇശായിന്റെ വക്തിൽ അദ്ദേഹം പറയുന്നു ഫീഹി ഇദ്ദത്തു ഉമൂർ, ഇശായുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യം. അൽ-അംറുൽ അവ്വൽ യുക്റഉൽ ഹദീസു വൽ മുജാലസതു ബഅദഹ, ഒരാൾ ഒരാവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ, അങ്ങനെ കൂടിയിരിക്കാൻ ഇശാക്ക് ശേഷം ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് കറാഹത്താണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ആ സമയത്ത് അങ്ങനെ ഇരുന്നിട്ട് അവസാനം ഫജറിന് മുമ്പ് ഉറങ്ങിയിട്ട് ഫജർ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവൻ നിഷിദ്ധമായി തീരും. അതല്ല എങ്കിൽ നിഷിദ്ധമല്ല, പക്ഷെ ഒഴിവാക്കലാണ് നല്ലത്. ഹദീസിൽ കാണാം വകാന യക്റഹു നൗമ ഖബ്ലഹ വൽ ഹദീസ ബഅദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നതും ശേഷം വർത്താനം പറഞ്ഞിരിക്കുന്നതും അവിടുന്ന് എന്ത് ചെയ്തിരുന്നു, അവിടുന്ന് വെറുത്തിരുന്നു എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരാൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇശാക്ക് ശേഷം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടുകയാണ്, അതും തെറ്റുള്ള കാര്യമല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായ വല്ല ജോലി ഒരാൾക്കുണ്ട്, അതും തെറ്റല്ല. അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുമായി ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നത് തെറ്റല്ല. അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരുമായി ഇരുന്ന് ഇശാക്ക് ശേഷം സംസാരിക്കുന്നത് തെറ്റല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പ്രത്യേക മസ്ലഹത്തുണ്ട് എങ്കിൽ തെറ്റല്ല. എന്നാൽ നമ്മൾ വെറുതെ എന്നും ഒരു ശീലം, ഇശാക്ക് ശേഷം ഇങ്ങനെ കമ്പനി കൂടി ഇരിക്കുക, അങ്ങനെ വർത്താനം പറയുക, ചിലപ്പോൾ അർദ്ധരാത്രി വരെ ഇരിക്കുക, എന്നിട്ട് കടന്നുറങ്ങുക, ഇത് പതിവാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അയാൾക്ക് വലിയ ഫദ്ലുകൾ നഷ്ടപ്പെടും. അഥവാ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കാനൊന്നും ഒരാൾക്ക് സാധിക്കുകയില്ല. അതിൻ്റെയും അപ്പുറത്ത് ചില ആളുകൾ അവർ ഫജർ നിസ്കാരം തന്നെ പാഴാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിൻ്റെ ജമാഅത്തേക്ക് നഷ്ടപ്പെടുത്തും. ഇങ്ങനെ വൈകി ഉറങ്ങിയിട്ട് ജമാഅത്ത് തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ എത്തും. അല്ലെങ്കിൽ ചില ആളുകൾ സൂര്യൻ ഉദിച്ചിട്ടൊക്കെ എഴുന്നേറ്റിട്ട് ഫജർ നിസ്കാരം തന്നെ ഖളാക്കി കളയും. അതുകൊണ്ടാണ് ഇശാ നിസ്കാരത്തിന് ശേഷം അങ്ങനെ അനാവശ്യമായി സംസാരിച്ചിരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇശായുടെ സുന്നത്തായിട്ട്
സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് ഇശാ നിസ്കാര ശേഷം അനാവശ്യമായി സംസാരിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്തുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഭാര്യമായി സംസാരിച്ചിരിക്കുന്നതോ തെറ്റല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മുറു മഅ അബീ ബക്രിൻ ഫിൽ അംരി മിൻ അംരിൽ മുസ്ലിമീൻ വ അന മഅഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സംസാരിക്കാറുണ്ടായിരുന്നു, ഞാൻ അവർ രണ്ടുപേരുടെയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഒരാൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് സംസാരിക്കുന്നില്ല, തെറ്റുള്ള കാര്യമല്ല. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ബിത്തു ഫി ബൈത്തി മൈമൂന ലൈലതൻ വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെറിയ കുട്ടിയാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവന്റെ മകനുമാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുമാണ്. അപ്പൊ അവിടെ താമസിക്കാറുണ്ട് വീട്ടിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഅൻദുറ കൈഫ സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈൽ. ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എങ്ങനെയാണ് നിസ്കരിക്കുന്നതൊക്കെ നോക്കാനാണ്. ഫതഹദ്ദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അഹ്ലിഹി സഅ സുമ്മ റഖഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഭാര്യമാരോടൊപ്പം ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയായിട്ട് കുറച്ചു നേരം സംസാരിക്കുക ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുമായി സംസാരിക്കുന്നതൊക്കെ എന്താണ്, അത് ഇതിൽ പെടുന്നില്ല എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിനൊക്കെ കാരണമായി നമ്മൾ പറഞ്ഞത്, അതൊരാൾ ഫജർ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അതിലുള്ള ഗൗരവം അതിന്റെ താഴെ വരുന്നത്, ഒരാൾ പുരുഷനാണെങ്കിൽ ഫജർ ജമാഅത്തായി മസ്ജിദിൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ താഴെ വരുന്നത്, ഒരാൾ അതിനു മുമ്പ് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ താഴെ വരുന്ന ഒരാൾ രാത്രിയിൽ വിത്ർ നിസ്കാരം അയാൾക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഹൈറുകൾ അയാൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി രാത്രി അങ്ങനെ ഉറങ്ങിപ്പോയി, അങ്ങനെ പുലർന്നപ്പോഴാണ് എഴുന്നേറ്റത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാക റജുലുൻ ബാല ശൈത്വാനു ഫി ഉദ്നിഹി. ആ മനുഷ്യൻ, അവന്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്, അതാണ് അവന് ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രാത്രി അനാവശ്യമായി സംസാരിച്ച് നേരം കളയുന്ന ആളുകളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം വേഗം പോയി കിടന്നുറങ്ങാൻ പറയും. അദ്ദേഹം ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ലേറ്റായി ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് അവസാന സമയത്ത് എഴുന്നേൽക്കേണ്ട സമയത്ത് ഉറങ്ങാനാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആളുകൾ അടിച്ച് ഓടിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഇശാ നിസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു സുന്നത്താണ് അൽ അഫ്ളൽ ഫി സലാത്തിൽ ഇശാ അൻ തുഅഖർ. ഇശാ നിസ്കാരം അത് വൈകിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. ഇശാ നിസ്കാരം വൈകിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത് ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ ഇത് മുഅ്മിനീങ്ങൾക്ക് അഥവാ വിശ്വാസികൾക്ക് പ്രയാസമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഹദീസിൽ അങ്ങനെയാണുള്ളത്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും അൻ യുഅഖിറുൽ ഇശാ ഇലാ സുലുസിൽ ലൈൽ ഔ നസ്ഫി. എൻ്റെ ഉമ്മത്തുകൾക്ക് അഥവാ എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് കൽപ്പിക്കുമായിരുന്നു? അവിടെ കൽപ്പിച്ചിട്ടില്ല. എന്ത് കൽപ്പിക്കുമായിരുന്നു? അൻ യുഅഖിറു അൽ ഇശാ ഇലാ സുലുസിൽ ലൈൽ. ഇശാ രാത്രിയുടെ 1/3 ഭാഗം. രാത്രി 3 ഭാഗിച്ചാൽ അതിന്റെ 1/3 കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അർദ്ധരാത്രി, അതായത് അർദ്ധരാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം പാടില്ല, അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങനെ നിസ്കരിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇശായുടെ ഏറ്റവും അഫ്ളലായ വക്ത് അതാണ്. ഒരാൾക്ക് വൈകിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ്. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇശാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, വൽ ഇശാ അഹ്യാനൻ യുഅഖിറുഹാ വ അഹ്യാനൻ യുഅജ്ജിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അങ്ങനെ വൈകിപ്പിക്കും, ചിലപ്പോൾ നേരത്തെ തന്നെ നിസ്കരിക്കും. കാന ഇദാ റആഹും ഖദ് ഇജ്തമഉ അജ്ജൽ. സഹാബികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇശ നേരം നിസ്കരിക്കും. വ ഇദാ റആഹും ഖദ് അബ്തഉ അഖർ. എല്ലാവരും എത്തിയിട്ടില്ല, കുറെ ആൾ വൈകിട്ടൊക്കെയാണ് ഉള്ളത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്തിപ്പിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പം അത് പല ഹദീസുകളിലായി സഹോദരങ്ങളെ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു, വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇശാ നിസ്കാരം ഈ നിലക്ക് വൈകിപ്പിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. സ്ത്രീകൾ പണിയൊക്കെ തീർത്ത് 10 മണിക്കൊക്കെ ഇശാ നിസ്കരിക്കുകയാണ് എങ്കിൽ അത് ഇശാ നിസ്കാരത്തിന് തെറ്റില്ല. ഇപ്പം 2 നിസ്കാരങ്ങളാണ് നമ്മൾ അത് വൈകിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പറഞ്ഞത്. ഒന്ന് ളുഹർ നിസ്കാരം, അത് നിരുപാധികമല്ല, വളരെ ചൂടുള്ള സമയത്ത് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ളുഹർ അസറിന്റെ തൊട്ട് മുമ്പ് വരേക്കും വൈകിപ്പിച്ചിട്ട് അങ്ങനെ നിസ്കരിക്കൽ അത് സുന്നത്താണ്, അത് കഠിനമായ ചൂടുള്ള സമയത്ത്. രണ്ടാമത്തേത് ഇശാ നിസ്കാരം, അത് നിരുപാധികമായിട്ട് എന്ത് ചെയ്യാം, ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വൈകിപ്പിക്കാം. നമ്മൾ യാത്രയിലാണെന്ന് വിചാരിക്കുക, ഇപ്പം യാത്രയിലാണ് എങ്കിൽ നമുക്ക് നേരത്തെ നിസ്കരിക്കാം, ഒരു സമയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ നിസ്കരിക്കാം. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ ചിലപ്പോൾ മസ്ജിദ് അടച്ചു പോകും, അല്ല അങ്ങനെ ഒരു പ്രയാസമൊക്കെ ഉണ്ട്.
അങ്ങനെ ഉണ്ട് നമുക്ക് വൈകിപ്പിച്ച് നിസ്കരിച്ചാൽ മതി. നമ്മളൊരു സ്ഥലത്തേക്ക് 10 മണിക്ക് എത്തുന്നെങ്കിൽ 10 മണിക്ക് അവിടെ എത്തിയതിനു ശേഷം ഇശാ ജമാഅത്തായി എല്ലാവരും നിസ്കരിച്ചാൽ മതി. കാരണം യാത്രയിലാണ്, നമുക്ക് ചിലപ്പോൾ മറ്റ് ജമാഅത്ത് കിട്ടുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അവിടെ ആർക്കും കുഴപ്പമില്ല, ജനങ്ങൾ അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നുമില്ല, ഒരു ഗ്രാമത്തിലാണ് ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, അവർക്ക് നിസ്കാരം ഇശാ അവസാനത്തിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് നല്ലതാണ്. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ അവസാനത്തെ ഒരു സുന്നത്ത് ഇശാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അയഅ്ജിസു അഹദുക്കും അൻ യഖ്റഅ ഫീ ലൈലത്തിൻ സുലസൽ ഖുർആൻ, നിങ്ങളിൽ ഒരാൾക്ക് രാത്രി, ഒറ്റ രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഓതി തീർക്കാൻ നിങ്ങൾ അശക്തരാണോ, സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, വകൈഫ യഖ്റഉ സുലസൽ ഖുർആൻ, ഇങ്ങനെയാണ് ഈ രാത്രിയിൽ 1/3 തന്നെ ഓതി തീർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദുൻ തഅദിലു സുലസൽ ഖുർആൻ, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ അവന് ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതിന്റെ പ്രതിഫലമാണ് എന്നാണ്. വെറും ഖുൽ ഹുവല്ലാഹു അഹദ്, നമുക്ക് 1 മിനിറ്റ് വേണ്ട, 10 സെക്കൻഡ് മതി. അത് നമ്മൾ പാരായണം ചെയ്താൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിൽ എപ്പോഴും ഓർമ്മിച്ചിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ആ ഒരു നിയ്യത്തിൽ സഹോദരങ്ങളെ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതാണ് ഇത്രയും വഖ്തുൽ ഇശായിൽ വരുന്ന സുന്നത്തുകൾ. ശേഷം ഉറക്കവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.